എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണവന്ദേ സംഘടിപ്പിക്കുന്ന ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 7. ഇന്നലെ 12 ശ്ലോകങ്ങൾ വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് 13ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോം സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം വനിവാഹതോസ്മി. സമാദരണീയ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 7-ാം അധ്യായം 13ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ദക്ഷ ഉവാച എന്നു മുതൽ. ഇന്നലെ പറഞ്ഞു നിർത്തിയത് ദക്ഷൻ ഭഗവന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സ്തുതിച്ചു. 3 ശ്ലോകത്തിലാണ് ദക്ഷന്റെ സ്തുതി. ഭൂയാനനുഗ്രഹ അഹോ ഭവതാകൃതോ മേൻ ദണ്ഡസ്ത്വയാ മയി ഭൃതോ യദപി പ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുതേവ ധൃതൗ വ്രതേഷു. ഭൂയാൻ അനുഗ്രഹ, ധാരാളം അനുഗ്രഹം, കൂടുതൽ അനുഗ്രഹത്തെ, അഹോ ആശ്ചര്യത്തിൽ, ഭവതാ അങ്ങയാൽ, മേ കൃതോ എനിക്ക് ചെയ്തിരിക്കുന്നു, എന്നെ വേണ്ടുവോളം അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഭൂയാൻ അനുഗ്രഹ ഭവത മേ കൃത. എന്താണ് അനുഗ്രഹം? ദണ്ഡ ത്വയാ മയി ഭൃതോ യദപി പ്രലബ്ധ. യദപി പ്രലബ്ധ, എന്നാൽ നിന്ദിക്കപ്പെട്ടിരുന്നിട്ട് ഞാൻ അങ്ങയെ എന്തുമാത്രം നിന്ദിച്ചു. യദപി പ്രലബ്ധ, പ്രലബ്ധ എന്ന് വെച്ചാൽ നിന്ദിക്കുകയാണ്. ഇയാളുടെ ഉപസർഗം ചേരുമ്പോൾ കിട്ടി, നന്നായിട്ട് കിട്ടി എന്നൊക്കെ നമുക്ക് വേറെ അർത്ഥം പറയാമെങ്കിലും ഇവിടെ നിന്ദിക്കപ്പെട്ടത് അർത്ഥം. യദപി പ്രലബ്ധ ത്വയാ അങ്ങയാൽ, മയി ദണ്ഡ ഭൃത അങ്ങയാൽ എന്നിൽ ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷയ്ക്കൊക്കെ അതീതമായ നിന്ദയാണ് ഞാൻ അങ്ങോട്ട് ചെയ്തത്. പക്ഷേ മഹാകാരുണികനായ അങ്ങ് അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിന്ദിക്കപ്പെട്ട എന്നെ ശിക്ഷിച്ചിട്ട്. ദണ്ഡഹത്വയാ ഭൃത, നിന്നാൽ ദണ്ഡം ധരിക്കപ്പെട്ടിരിക്കുന്നു, നിന്നാൽ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് മരീച്യാദികളുടെ യജ്ഞവേദിയിൽ വെച്ച് ഞാൻ അങ്ങേ വളരെ നിന്ദിച്ചെങ്കിലും അങ്ങ് എന്നെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കാം. അപരാധികളെപ്പോലും അനുഗ്രഹിക്കൽ അങ്ങയുടെ സ്വഭാവമാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപരാധത്തിന് വേണ്ട ശിക്ഷയും എനിക്ക് തന്നുവല്ലോ. യദപി പ്രലബ്ധ ത്വയാ മയി ദണ്ഡഃ ഭൃതഃ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവൻ അവജ്ഞാം തുഭ്യം ഹരീശ്ച കുതേവ ധൃതൗ വ്രതേഷു. ബ്രഹ്മബന്ധുഷു, ബ്രാഹ്മണരിൽ വെച്ച് അധമന്മാരെയാണ് ബ്രഹ്മബന്ധുക്കൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതല്ലേ ബ്രാഹ്മണരുടെ ബന്ധുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല. ബ്രാഹ്മണരിൽ വെച്ച് അധമന്മാർ, ബ്രഹ്മബന്ധുഷു. ബ്രാഹ്മണരാണെങ്കിൽ
അവർ അധമന്മാർ ആണെങ്കിൽ പോലും ഹരേഹേച്ച വാം, ഹരിക്കും അങ്ങയ്ക്കും, മഹാവിഷ്ണുവിനും അങ്ങയ്ക്കും ഹേ ഭഗവൻ അവജ്ഞ അവജ്ഞ ഉണ്ടാവില്ല. അങ്ങയ്ക്കും മഹാവിഷ്ണുവിനും ബ്രാഹ്മണരാണെന്ന് കേട്ടാൽ മതി, അവർ അധമന്മാരാണെങ്കിൽ പോലും അവരുടെ അവജ്ഞ ഉണ്ടാവില്ല. കുതയേവ ധൃതപ്രദേശു, പിന്നീടാകട്ടെ വ്രതം ധരിച്ച ഭഞ്ജനങ്ങളോട് അവജ്ഞ ഒട്ടും ഉണ്ടാവില്ല. യജ്ഞത്തിന് വേണ്ടി വ്രതം ധരിച്ചിരിക്കുന്നവനായിരുന്നു ഞാൻ. ഒരു വ്രതം ധരിക്കാത്ത അധമന്മാരായ ബ്രാഹ്മണരോട് പോലും കാരുണ്യം കാണിക്കുന്നവനാണ് അങ്ങും മഹാവിഷ്ണു. അപ്പൊ പിന്നെ ഈ യജ്ഞത്തിന് വേണ്ടി വ്രതം ധരിച്ച് യജമാനനായിരിക്കുന്ന എന്റെ കാര്യം കുതഹ പറയാനുമില്ലല്ലോ. ബ്രാഹ്മണോചിതമല്ലാത്തവരായിരുന്നാൽ പോലും, പേരുകൊണ്ട് ബ്രാഹ്മണരായിരിക്കുന്നാൽ പോലും നിങ്ങൾ രണ്ടുപേരും അവരെ അനുഗ്രഹിക്കുന്നവരാണ്. പിന്നെ എന്നെ പോലെ യജ്ഞദീക്ഷ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണരെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അങ്ങയുടെ വ്രതമല്ലേ. തന്നോട് എന്തൊക്കെ ചെയ്താലും, എത്ര നിന്ദ കാണിച്ചാലും, എത്ര തെറ്റ് കാണിച്ചാലും, ചീത്ത പറഞ്ഞാലും, പെരുമാറിയാലും അവരെ ശിക്ഷിച്ച് നല്ല വഴിക്ക് കൊണ്ടുവന്നുള്ളത് അങ്ങയ്ക്കും വിഷ്ണുവിനുമുള്ള കടമയാണ്. ഈ അനുഗ്രഹം എനിക്കൊരു ആശ്ചര്യമായിരിക്കും. വാസ്തവത്തിൽ എന്നെ അനുഗ്രഹിക്കുകയല്ല ചെയ്യേണ്ടത്, നിഗ്രഹിക്കുകയാണ്. നിഗ്രഹിച്ചാൽ പോരാ, കഷ്ണങ്ങളാക്കി എന്നെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ഇതിനെ വീണ്ടും ജീവിപ്പിച്ചില്ലേ. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മയി ഭൃതോ യദഭിപ്രലബ്ധ. ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുതേവ ധൃതൗ വ്രതേഷു. മയാ പ്രലബ്ധ അപി ഭവതാ ഭൂയാൻ അനുഗ്രഹ മേ കൃതഃ ത്വയാ മയി ദണ്ഡഃ ഭൃതഃ തുഭ്യം ഹരേഃ ച വാം ബ്രഹ്മബന്ധുഷു അവജ്ഞ ന കൃതം വ്രതേഷു കുതേവ. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മയി ഭൃതോ യദഭിപ്രലബ്ധ. ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുതേവ ധൃതൗ വ്രതേഷു. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മയി ഭൃതോ യദഭിപ്രലബ്ധ. ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുതേവ ധൃതൗ വ്രതേഷു. ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മയി ഭൃതോ യദഭിപ്രലബ്ധ. ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാതുഭ്യം ഹരേശ്ച കുതേവ ധൃതൗ വ്രതേഷു. വിദ്യാതപോവതധരന്മുഖതസ്മ വിപ്രാൻ ബ്രഹ്മ ആത്മതത്വമവിതും പ്രഥമം ത്വമഫ്രക്. തത് ബ്രാഹ്മണൻ പരമസർവവിപൽസുപാഭി പാലപ്പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡ. എന്താണ് ബ്രാഹ്മണരോട് ഇത്ര ഭക്തിയും അനുഗ്രഹവും വിനയമൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകാൻ കാരണം എന്നാണെങ്കിൽ, വിദ്യ തപോ ഉപ്രതധരാൻ, വിദ്യയും തപസ്സും വ്രതവും ധരിക്കുന്ന, ഇതിനു മൂന്നിനും അധികാരികളായ, ഇത് മൂന്നും ചെയ്യാൻ യോഗ്യതയുള്ള, വിദ്യയ്ക്ക് പഠിക്കാനും പഠിപ്പിക്കാനും യോഗ്യതയുണ്ട് ബ്രാഹ്മണർക്ക്. തപസ് ചെയ്യാനും ചെയ്യിക്കാനും യോഗ്യതയുണ്ട്. വ്രതം സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് വ്രതം ഉപദേശിച്ചു കൊടുക്കാനും കഴിവുള്ളവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് വിദ്യ തപോ വ്രതധരാൻ, അങ്ങനെയുള്ള വിപ്രന്മാരെ മുഖതഃ
അങ്ങയുടെ മുഖത്തു നിന്നല്ലേ അങ്ങ് സൃഷ്ടിച്ചത്? വിഷ്ണുവിന്റെ മുഖത്തു നിന്നുമാണ് ആരെ സൃഷ്ടിച്ചത്? ബ്രാഹ്മണരെ. പുരുഷസൂക്തത്തിൽ വർണ്ണിക്കുമ്പോൾ പറയും, മുഖതഃ പ്രഥമം ത്വം അഫ്രാക്, ആദ്യമായും പ്രഥമനായി ത്വം അങ്ങ് അഫ്രാക്ക് സൃഷ്ടിച്ചു. അഫ്രാക്സ്മ സൃഷ്ടിച്ചുവല്ലോ. എന്തിനാണ് സൃഷ്ടിച്ചത്? ബ്രഹ്മ, ആത്മതത്വം, അവിദും. 3 വാക്കാണ്. ബ്രഹ്മ ഒരു വാക്ക്, ആത്മതത്വം മറ്റൊരു വാക്ക്, അവിദും മറ്റൊരു വാക്ക്. ഇവിടെ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം വേദം എന്നാണ്. വേദത്തെയും ആത്മതത്വത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി, അവിദും രക്ഷിക്കുന്നതിന് വേണ്ടി ബ്രഹ്മ, ആത്മതത്വം, അവിദും. എന്തിനാണ് ബ്രാഹ്മണന്റെ മുഖത്തു നിന്നും അങ്ങ് ആദ്യം സൃഷ്ടിച്ചത് എന്നാണെങ്കിൽ, വേദത്തെ നശിപ്പിക്കാതിരിക്കാനും വേദത്തെ നിലനിർത്താനും ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കാനും ഒരാളെ ഉണ്ടാക്കിയിട്ട് വേണം ബാക്കിയുള്ളവരെ സൃഷ്ടിക്കാൻ. ബ്രാഹ്മണോസ്യ മുഖം ആസീത്. ആ വിരാട് സ്വരൂപനായ ഭഗവാന്റെ മുഖമാണ് ബ്രാഹ്മണനായി തീർന്നത്. ആദ്യത്തെ സൃഷ്ടി ബ്രാഹ്മണരാണ്. കാരണം വേദത്തെ രക്ഷിക്കാൻ അവരെ നിയോഗിച്ചു എന്നുള്ളത് കൊണ്ട്. ബ്രഹ്മ, ആത്മതത്വം, അവിദും, പ്രഥമം ത്വം അഫ്രാക്. തത് ബ്രാഹ്മണാൻ, അങ്ങനെയുള്ള ബ്രാഹ്മണരെ, ഹേ പരമ, സർവവിപത്സു പാഫി, എല്ലാ വിപത്തുകളിലും രക്ഷിക്കുന്നു. സർവ വിപത്സു, എല്ലാ വിപത്തുകളിലും, പാഫി രക്ഷിക്കുന്നു. പാതിയുടെ മധ്യപുരുഷനാണ് പാഫി. പാതി രക്ഷിക്കുക, അതിന്റെ മധ്യപുരുഷൻ പാഫി വരുന്നതുകൊണ്ടാണ് ത്വം പാഫി, അങ്ങ് രക്ഷിക്കുന്നു. ഏത് ആപത്തിലകപ്പെട്ടാലും ഏത് ദുർവൃത്തി ചെയ്താലും ബ്രാഹ്മണരെ നന്നാക്കിയെടുക്കുന്നത് വേദത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അധമന്മാരാണെങ്കിൽ പോലും അവരെ അങ്ങ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതുപോലെയാണ്? പാല പശൂന് വിഭോ പ്രഗൃഹീത ദണ്ഡ. പാലൻ ച പാലകൻ, സംരക്ഷകൻ. പശു ഇവ, പശുക്കളെ എന്ന പോലെ. ഹേ വിഭോ പ്രഗൃഹീത ദണ്ഡ, പശുപാലകൻ പശുവിനെ വടികൊണ്ട് വേണ്ട വിധത്തിൽ ശിക്ഷിച്ച് നേരായ വഴിയിൽ കൂടി നടത്തിക്കൊണ്ടുപോകുന്നത് പോലെ അങ്ങ് ഞങ്ങളായ ബ്രാഹ്മണർ വഴിപിഴയ്ക്കുന്നു എന്ന് കണ്ടാൽ ഞങ്ങളെ ശിക്ഷിച്ച് രക്ഷിച്ച് നേരെ കൊണ്ടുപോകുന്ന ബാധ്യത അങ്ങേക്കുള്ളതാണ്. കാരണം വേദം രക്ഷിക്കേണ്ടത് ഞങ്ങളാണ്. പാലഹ പശൂനിവ, പശുപാലകൻ പശുക്കളെ എന്ന പോലെ. പാലഹ എന്ന് വെച്ചാൽ പശുപാലഹ, പശുപാലകന്മാർ പശുവിനെ എന്ന പോലെ. പ്രഗൃഹീത ദണ്ഡ, വേണ്ടതുപോലെ ശിക്ഷിച്ചുകൊണ്ട് ആ പശുക്കളെ ഒരു വടി കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് തിരിയാതെ ഇങ്ങോട്ട് തിരിയാതെ നല്ല വഴി കൂടി പശുക്കളെ പശുപാലകൻ നയിച്ചു കൊണ്ടുപോകുന്ന പോലെ ഞങ്ങളായ പശുക്കളെ അങ്ങ്, പശുപാലകനായ അങ്ങ് നേരായ വഴിയിൽ കൂടി നയിച്ചു കൊണ്ടുപോകുന്നു. ഇത് അങ്ങയുടെ സ്വധർമ്മം തന്നെയാണ്. വിദ്യാതപോധരൻ മുഖതസ്മ വിപ്രാൻ ബ്രഹ്മ ആത്മതത്വമവിദം പ്രഥമം ത്വമഫ്രാക്. തത് ബ്രാഹ്മണൻ പരമഫർവൽസുപാഫി പാലപ്പശൂന് വിഭോ പ്രഗൃഹീത ദണ്ഡം. ത്വം വിദ്യാ തപോ ഉപതധരാൻ വിപ്രാൻ ബ്രഹ്മ ആത്മതത്വം അവിദും പ്രഥമം മുഖതഃ അഫ്രാക്. ഹേ വിഭോ പരമ, തത് പ്രഗൃഹീതദണ്ഡഃ പാലഃ പശൂൻ ഇവ ബ്രാഹ്മണാൻ സർവവിപത്സു പാഫി.
വിദ്യാതപോധരന്മുഖതസ്മ വിപ്രാൻ ബ്രഹ്മാത്മതത്വമവിതും പ്രഥമം ത്വമഫ്രക് തത് ബ്രാഹ്മണൻ പരമസർവവിപൽസുപാഭി പാലപശൂനി വിഭോ പ്രഗൃഹീതദണ്ഡാം വിദ്യാതപോധരന്മുഖതസ്മ വിപ്രാൻ ബ്രഹ്മാത്മതത്വമവിതും പ്രഥമം ത്വമഫ്രക് തത് ബ്രാഹ്മണൻ പരമസർവവിപൽസുപാഭി പാലപശൂനി വിഭോ പ്രഗൃഹീതദണ്ഡ യോസൗ മയാ വിദിതതത്വദൃശാഫഭായാം ക്ഷിപ്തോ ദുരുക്തി വിശിഖേരഗണയ്യതന്മാം പതന്തമർഹത്തമനിന്ദയാപാ ദൃഷ്ട്യാദ്രയാഭ ഭഗവൻ സുഹൃതേന തുഷ്യത്. യോസൗ യാതൊരുവനാണോ അവൻ മയ എന്നാൽ അവിദിത തത്വദൃശ തത്വം അറിയാത്ത ദർശനത്തോടു കൂടിയ എന്നാൽ അങ്ങയുടെ പരമശിവന്റെ ആത്മതത്വത്തെ ശരിക്ക് അറിയാത്തവനായ അവിദിത തത്വദൃശ അറിയപ്പെടാത്ത തത്വത്തിന്റെ ദർശനത്തോടു കൂടിയതായ മയ എന്നാൽ സഭായാം സഭയിൽ ക്ഷിപ്ത തിരസ്കരിക്കപ്പെട്ടു. സഭയിൽ ഞാൻ അങ്ങയെ തിരസ്കരിച്ചു. ദുരുക്തി വിശിഖൈഹി അഗണയ്യ ദുഷ്ടവാക്കുകളാൽ അമ്പ് എന്ന പോലെ ഞാൻ അങ്ങയെ തിരസ്കരിക്കപ്പെട്ടു. എത്രയോ ദുഷ്ടവാക്കുകൾ ശകാരിച്ചു ആ ബ്രഹ്മസഭയിൽ വെച്ച്, നമ്മളത് കേട്ടതാണ്. എന്നിട്ടും അഗണയ്യ അതൊന്നും പരിഗണിക്കാതെ തത് മാം എന്നെ അർവാക് പതന്തം നരകത്തിലേക്ക് പോകുന്ന എന്നെ, അർവാക്ക് എന്ന് വെച്ചാൽ നരകം, താഴേക്കെന്ന അർത്ഥം. അർവാക് പതന്തം നരകത്തിലേക്ക് പതിക്കുന്ന എന്നെ അർഹത്തമനിന്ദയാ അർഹത്തമമായ അർഹിക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ അത്യന്തം പൂജ്യനെ നിന്ദിച്ചതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന എന്നെ അപാത് രക്ഷിച്ചു. അപാത് ദൃഷ്ടിയ കുഴിച്ചുമ്പോൾ അപാത് ദൃഷ്ടിയ, അപാ എന്ന് മാത്രമേ ആ വരിയിലുള്ളൂ. പിന്നെ ദൃഷ്ടിയ നടത്തിയിലാണ്. ദായിക്ക് 2 എണ്ണമുണ്ട്, 1 മതി. അപ്പൊ ഇവിടെ ഒരു ദാ ഇപ്പുറത്തേക്ക് വരും, അപ്പൊ അപാത് എന്നാണ്. പിന്നെ ദൃഷ്ടിയാന്ന് അർവാക് പതന്തം അർഹത്തമനിന്ദയ അപാത്, അപാത് രക്ഷിച്ചു. എങ്ങനെ? ദൃഷ്ടിയാ കണ്ണുകൊണ്ട്, ആർദ്രയാ നനവാർന്ന കണ്ണുകൊണ്ട്, ഭഗവാൻ സുഹൃതേന തുഷ്യത് സ്വന്തം പ്രവൃത്തിയാൽ തുഷ്യത് അങ്ങ് സന്തോഷിക്കേണ്ടതാണ്. ഇവിടെയാണ് സ്തുതി ഉപസംഹരിക്കുന്നത്. അങ്ങയുടെ പൂജ്യതമമായ മഹത്തത്വത്തെ അറിയാനുള്ള യോഗ്യതയില്ലാതെ ദുർവാക്കുകളാകുന്ന അമ്പുകൊണ്ട് അങ്ങയെ വളരെയധികം വിഷമിപ്പിച്ചു ഞാൻ. എൻ്റെ അപരാധത്തെ ഒന്നും പരിഗണിക്കാതെ കാരുണ്യപൂർവം കടാക്ഷിച്ചുകൊണ്ട് നരകത്തിൽ പോകാൻ പോകുന്ന എന്നെ അതിൽ നിന്നും രക്ഷിച്ച് കരകയറ്റി എന്നുള്ളത് എന്തൊരു ഉപകാരമാണ് അങ്ങ് എന്നോട് ചെയ്തത്. എനിക്ക് പകരം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപകാരം ചെയ്ത എനിക്ക് ഉപകാരമാണ് ചെയ്തത്. നരകത്തിൽ വീഴാൻ പോകുന്നതിൽ നിന്നും രക്ഷിച്ച സ്വന്തം പ്രവൃത്തിയെ അങ്ങെ തന്നെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നരകത്തിലേക്ക് പോകുന്നവരെ അതിൽ നിന്നും കരകയറ്റി രക്ഷിച്ചു വിടുക എന്നുള്ളതിലാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് സന്തോഷം. എന്നെ നരകത്തിൽ പോകാൻ പോയ എന്നെ
പിടിച്ചു കയറ്റി രക്ഷിച്ച് നല്ല വഴിയിലേക്ക് എത്തിച്ചത് അങ്ങാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഈ ദക്ഷൻ പരമശിവനെ സ്തുതിക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ മനുഷ്യ മനസ്സ്. ആരെന്ത് തെറ്റ് ചെയ്താലും അതിന് ശിക്ഷ കൊടുത്ത് പ്രായശ്ചിത്തം അനുഭവിച്ചാൽ വീണ്ടും, പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനസ്സിനെ പൂർവ്വസ്ഥിതി കൊണ്ടുവരിക. പ്രായ ചിത്തം എന്നാണ്. ചിത്തത്തെ, മനസ്സിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, തെറ്റ് ചെയ്തതിനു മുമ്പുള്ള സ്ഥിതിയിലേക്ക്. അതാണ് പ്രായശ്ചിത്തം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിച്ച് കരകയറ്റുക എന്നുള്ളത് ഭഞ്ജനങ്ങളുടെ പ്രവൃത്തിയാണ്. മാതാപിതാക്കളും ഗുരുക്കന്മാരും ഇതാണ് ചെയ്യേണ്ടത്. ഈശ്വരന്മാർ ചെയ്ത് കാണിച്ചത്. മക്കളോടോ ശിഷ്യന്മാരോടോ അവരെത്ര നീചമായി പെരുമാറിയാലും, അവരെത്ര ദുഷ്ടമായി സംസാരിച്ചാലും, അവരെത്ര ദ്രോഹിച്ചാലും തിരിച്ച് അവരോട് ദ്രോഹമോ നിന്ദയോ കാണിക്കാതെ അവരുടെ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്ത് പ്രായശ്ചിത്തം അനുഭവിച്ചു വരുമ്പോൾ അവരെ കൈപിടിച്ച് കരക്ക് കയറ്റി തന്നോട് ചേർത്ത് കൊണ്ടുപോകേണ്ട ബാധ്യത ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഉണ്ടെന്ന് തിരിച്ചറിയൂ എന്ന് ദക്ഷന്റെ ഈ 3 വാക്കിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള മഹനീയമായൊരു പാഠം തന്നു കഴിഞ്ഞു. അപ്പം ഈ വൈരം ആരോടും ഒരിക്കലും വെച്ച് പുലർത്താൻ പാടില്ല. ഒരു പകലുകൊണ്ട് അതൊക്കെ തീരും. പിറ്റേ ദിവസത്തേക്ക് ഇതൊന്നുമില്ല. മാതാപിതാക്കളോട് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഗുരുക്കന്മാർക്ക് ശിഷ്യനോട്, അല്ലെങ്കിൽ ബന്ധുക്കളോട് ഒക്കെ തോന്നിക്കുന്ന ഒരു വൈരമുണ്ട്. അന്ന് പറഞ്ഞ വാക്ക് ഞാൻ മറക്കില്ല എന്ന് പറയും. അതൊക്കെ അന്നേ മറക്കേണ്ടതാണ്. അന്ന് 50 വർഷം മുമ്പ് പറഞ്ഞ വാക്കാണ്. ഞാൻ ഇപ്പോഴത് മറന്നിട്ടില്ല. അന്ന് തന്നെ മറന്നിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. പിറ്റേ ദിവസം വേറൊന്ന് വരും, അത് വിട്ടേക്കും. എങ്കിൽ മാത്രമേ ശാന്തി അനുഭവിക്കാൻ പറ്റൂ മനസ്സിനെ എന്ന് എത്ര വ്യക്തമായി വ്യാസൻ ഈ കഥാഭാരത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ദുഷ്ടതകളും മനസ്സിൽ കൊണ്ടു നടക്കരുത്. നല്ലതേ മനസ്സിൽ കൊണ്ടു നടക്കാവൂ. ദുഷ്ടത ഇഷ്ടം പോലെ മനസ്സിൽ വരും. അതെല്ലാം ഒരു പകല് കൊണ്ട് തീരുക. രാവിലെ കിട്ടിയാൽ വൈകുന്നേരം വരെ കൊണ്ടു നടക്കാം, കുഴപ്പമില്ല. ആരുടെങ്കിലും വിരോധമുണ്ടെങ്കിൽ വൈകുന്നേരം വരെ വിരോധമായിക്കോട്ടെ, മിണ്ടാതിരുന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. പക്ഷേ ഒന്ന് ഉറങ്ങി വന്നാൽ പിറ്റേ ദിവസത്തേക്ക് ഇതെല്ലാം കഴിക്കണം. ഇതാണ് മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ കൊടുക്കാനുള്ള മഹനീയമായൊരു സന്ദേശം. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ ജീവിതം എത്ര സ്വസ്ഥമാണ്, ധന്യമാണ്, ശാന്തമാണ്. അല്ലെങ്കിൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും നരകഭൂമിയായിട്ട് തീരും ഈ ജന്മം മുഴുവൻ. അതിനുള്ളതല്ല ഈ ജന്മം. ഇതൊക്കെ വന്നോട്ടെ, ഈ വിദ്വേഷാദികളും കോപവും ഒക്കെ വന്നോട്ടെ, അതൊക്കെ അന്ന് തീർക്കണം. ഒന്നും മനസ്സിൽ വെച്ചിരിക്കുക. മനസ്സിൽ വെക്കുന്നത് ഈശ്വര കാര്യം മാത്രം. അത് മറക്കരുത്. 50 വർഷം മുമ്പ് ഞാൻ ചെയ്ത നല്ല കാര്യം ഇപ്പോഴും ഓർക്കണം. അത് കൊള്ളാം. അത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ബാക്കിയൊന്നും സൂക്ഷിച്ചേക്കേണ്ടല്ല, വിട്ടുകളഞ്ഞു എന്ന് ഈ 3 ശ്ലോകത്തിൻ്റെ താല്പര്യത്തിൽ കൂടി ദക്ഷനെ കൊണ്ട് സ്തുതിപ്പിച്ചെഴുന്ന് വ്യാസൻ നമ്മെ പഠിപ്പിക്കാൻ പുറപ്പെട്ടതാണ്. ഇത് നമ്മൾ പഠിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ തത്വം. യോഫൗ മയാ അവിദിതതത്വദൃശാഫഭായം ക്ഷിത്തോ ദുരുക്തിവിശിഖൈരഗണയ്യതന്മാം അർവാക്പദന്തമർഹത്തമനിന്ദയാപാത് ദൃഷ്ട്യാർദ്രയാഫ ഭഗവൻ സുഹൃതേന തുഷ്യേത്. അവിദിത തത്വദൃശ മായാ ദുരുക്തിവിശിഖൈഃ യഃ അഫൗ ഫഭായം ക്ഷിപ്തഃ സ ഭഗവാൻ തത് അഗണയ്യ അർഹത്തമനിന്ദയാ അർവാക്പദന്തം മാം ആർദ്രയാ ദൃഷ്ട്യാ അപാത് സ്വകൃതേന തുഷ്യേത്. യോഫൗ മയാ വിദിതതത്വദൃശാഫഭായം ക്ഷിപ്തോ ദുരുക്തിവിശിഖേർ അഗണയ്യതന്മാം അർവാക്പദന്തം അർഹത്തമനിന്ദയാ അപാത്
ദൃഷ്ട്യാർദ്രയാഫ ഭഗവൻ സുഹൃതേന തുഷ്യേത് യോസൗ മയാ വിദിതതത്വദൃശാഭഭായം ക്ഷിപ്തോ ദുരുക്തിവിശിഖൈരഗണയ്യതന്മാം അർവക്പദന്തമർഹത്തമനിന്ദയാവാത് ദൃഷ്ട്യാർദ്രയാഫ ഭഗവൻ സുഹൃതേന തുഷ്യേത്. ഇനി ഇത് മൂന്നും കഴിഞ്ഞ് മൈത്രേയൻ ബാക്കി കഥ പറയാൻ പോവാണ്. മൈത്രേയ ഉവാച. വിതുര മൈത്രേയ സംവാദമാണല്ലോ. ക്ഷമാപ്യൈവം സമീഢ്വാംസം ബ്രഹ്മണാജാനുമന്ത്രിതാം കർമ്മഫന്ദാനയാമാഫ സോപാധ്യായത്വിഗഗ്നിഭീം. ക്ഷമാപ്യ ക്ഷമിപ്പിച്ചിട്ട്, ക്ഷമാപ്യ ഏവം ഇങ്ങനെ ക്ഷമിപ്പിച്ചിട്ട്, സഹ അവൻ മേധ്വാംസം ശിവനെ, രക്ഷിതാവായ ശിവനെ, ബ്രഹ്മണാച അനുമന്ത്രിത ശിവനെ ഇങ്ങനെ പല വിധത്തിൽ ക്ഷമിപ്പിച്ചിട്ട് ബ്രഹ്മാവിനാൽ അനുജ്ഞ കൊടുത്തവനായ അനുമന്ത്രിതനായ ബ്രഹ്മണ അനുമന്ത്രിത എന്ത് കർമ്മ ഈ യജ്ഞകർമ്മത്തെ സന്താനയാമാഫ അതിനെ പൂർത്തീകരിച്ചു. സന്താനയാമാഫ, സന്താനം എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത് 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 ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ടാണ്. സന്താനം ഒരു പരമ്പരയാണ്. അതിൻ്റെ മകൻ, അതിൻ്റെ മകൻ, അതിൻ്റെ മകൻ എന്നിങ്ങനെ. അങ്ങനെ സന്താപനം ചെയ്യുന്നതുകൊണ്ടാണ് സന്താനം എന്ന് കിട്ടിയത്. ഇവിടെ ഈ യജ്ഞത്തെ എന്ത് ചെയ്തു? സന്താനം ചെയ്തു. അതിനർത്ഥം പടിപടിയായിട്ട് പൂർത്തീകരിച്ചു. സന്താനയാമാഫ സോപാധ്യായ ഋത്വിഗ് അഗ്നിഭി. സോപാധ്യായ ഋത്വിഗഗ്നിഭി മൂന്ന് വാക്കാണ്. സോപാധ്യായ ഋത്വിഗ് അഗ്നിഭി ഉപാധ്യന്മാരോട് കൂടി, ഉപാധ്യായന്മാരോട് കൂടിയതാണ് സോപാധ്യായൻ. ഋത്വിക്കുകളോടും അഗ്നികളോടും കൂടി. അഗ്നിഭിഹി എന്ന് ബഹുവചനം പറഞ്ഞ 3 അഗ്നിയുണ്ട്. ആഹവനീയം, ദാക്ഷിണാത്യം, ആഹവനീയാഗ്നി, ദാക്ഷിണാത്യാഗ്നി, 3 അഗ്നികളുണ്ട്. ഈ 3 അഗ്നികളാലും ഋത്വിക്കുകൾ 5 പേരുണ്ട്. 5 പേരാലും ഉപാധ്യായന്മാർ അനേകമുണ്ടാകും. ഇവരെ എല്ലാം വിളിച്ചിരുത്തി അഗ്നി ജ്വലിപ്പിച്ച് ആ യജ്ഞത്തെ പൂർത്തീകരിച്ചു. യജ്ഞത്തെ സന്താപനം ചെയ്തു. ക്ഷമാപ്യൈവം സമീഢ്വാംസം ബ്രഹ്മണാചാനുമന്ത്രിത കർമ്മസന്താനയാമാഫോപാധ്യായത്വിഗഗ്നിഭീം. സഹ മീഢ്വാംസം ഏവം ക്ഷമാപ്യ ബ്രഹ്മണ അനുമന്ത്രിത സോപാധ്യായ ഋത്വിഗഗ്നിഭിഃ സന്താനയാമാഫ. ക്ഷമാപ്യൈവം സമീഢ്വാംസം ബ്രഹ്മണാചാനുമന്ത്രിത കർമ്മസന്താനയാമാഫ സോപാധ്യായത്വിഗഗ്നിഭീം. ക്ഷമാപ്യൈവം സമീഢ്വാംസം ബ്രഹ്മണാചാനുമന്ത്രിത കർമ്മസന്താനയാമാഫ സോപാധ്യായത്വിഗഗ്നിഭീം. വൈഷ്ണവം യജ്ഞഫന്ദത്യേ ത്രികപാലം ദ്വിജോത്തമാഹം പുരോടാശം നിരവപൻ വീരസംസർഗശുദ്ധേ. വൈഷ്ണവം യജ്ഞഫന്ദത്യേ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഈ യജ്ഞത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, വൈഷ്ണവമായ യജ്ഞസന്തതിക്ക്, സന്തതിച്ച പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവിടെ ത്രികപാലം 3 പാത്രത്തിൽ, കപാലം പാത്രം എന്നുള്ള അർത്ഥം, 3 പാത്രങ്ങളിൽ ദ്വിജോത്തമാഹ ദ്വിജോത്തമന്മാർ പുരോടാശം, പുരോടാശം ഹവിസ, അത് നിരവപൻ നിറച്ചു വെച്ചു. വീര സംസർഗശുദ്ധേ വീരന്മാരുടെ സംസർഗം കൊണ്ടുണ്ടായ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. യുദ്ധവീരന്മാരായ കുറെ ആൾക്കാർ ഇവിടെ രുദ്രപാർഷദന്മാരായ വീരപുരുഷന്മാർ
അഗ്നിയാദി ദേവതകളെ അശുദ്ധമാക്കി തീർത്തു. വീര സംസർഗത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മത്തിന്റെ അംഗങ്ങളെ പൂർണ്ണമാക്കി 3 പാത്രങ്ങളിൽ പുരോടാശത്തെ നിറച്ചു വെച്ച് നിവേദിച്ചു. അത് ഒരു പ്രായശ്ചിത്ത കർമ്മമാണ്. വീരയോദ്ധാക്കൾ ആരെങ്കിലും യജ്ഞശാലയിൽ വന്ന് അഗ്നിയെയോ യജമാനെയോ ഋത്വിക്കിനെയോ അശുദ്ധരാക്കി മാറ്റിയാൽ അപ്പം 3 പാത്രങ്ങളിൽ പുരോടാശം നിറച്ച് നിവേദിക്കാം. ഇതവിടെ ചെയ്തു കഴിഞ്ഞു. വൈഷ്ണവം യജ്ഞഫം ദത്തേ ത്രികപാലം ദ്വിജോത്തമാം പുരോടാശം നിരപവൻ വീരഫം സർഗശുദ്ധേ. യജ്ഞഫം ദത്തേ വീരസംസർഗശുദ്ധേ ദ്വിജോത്തമാഹ ത്രികപാലം വൈഷ്ണവം പുരോടാശം നിരവവൻ. വൈഷ്ണവം യജ്ഞഫം ദത്തേ ത്രികപാലം ദ്വിജോത്തമാം പുരോടാശം നിരവവൻ വീരസംസർഗശുദ്ധേ. വൈഷ്ണവം യജ്ഞഫം ദത്തേ ത്രികപാലം ദ്വിജോത്തമാം പുരോടാശം നിരവവൻ വീരസംസർഗശുദ്ധേ. അധ്യുണാത്തഹ വിഷായജമാനോ വിശമ്പതേ ധിയാ വിശുദ്ധയാ ദധ്യോ തഥാ പ്രാദുരഭൂദ്ധരീ. അധ്വജുണ ആത്തഹവിഷ, ഹവിസ് സ്വീകരിച്ചിരിക്കുന്ന അധ്വജുവിനാൽ, അധ്വജു ഋത്തുക്കൾ ഒരാളാണ് അധ്വജു. ഹവിസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അധ്വജു യജമാനഃ വിശാംപതേ. വിശാംപതേ സംബോധനയാണ്, അല്ലയോ രാജാവേ എന്ന് വിളിച്ചാണ്. യജമാനൻ വിശുദ്ധയാ ധിയ, വിശുദ്ധമായ ബുദ്ധിയോടെ ദധ്യൗ ധ്യാനിച്ചു. തഥാ പ്രാദുര അഭൂത് ഹരി, അങ്ങനെ ശ്രീഹരി അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന യജ്ഞമാണ് ഇവിടെ പൂർത്തീകരിച്ചത്. അതിനുവേണ്ടി അധ്വജുക്കൾ ഹവിസ് കയ്യിലെടുത്ത് പിടിച്ച് കൊണ്ടിരുന്നപ്പോൾ ദക്ഷനും അധ്വജും രണ്ടുപേരും മനസ്സിൽ ഏത് സ്വരൂപത്തെ ധ്യാനിച്ചുവോ ആ സ്വരൂപത്തോടെ ഭക്തന്മാരുടെ സങ്കടം തീർക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ പ്രത്യക്ഷനാണ്. ഗീതയെ പറയും, ആര് എന്നെ ഏത് സ്വരൂപം ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജമ്യഹം. ആര് എന്നെ എങ്ങനെയൊക്കെ ആരാധിച്ച് എൻ്റെ അടുക്കലേക്ക് എത്തുന്നുവോ അതേപോലെ ഞാൻ അവരെ എന്ത് ചെയ്തോളും, തിരിച്ചു ഭജിക്കുന്നതാണ്. അതുപോലെ യജമാനായ ദക്ഷന്റെയും അധ്വജുവിൻ്റെയും ഉള്ളിൽ ഏതൊരു സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ടാണോ അവർ ഈ ഹവിസ് ഹോമിക്കാൻ നിശ്ചയിച്ചത്, ആ ഭഗവാൻ ശ്രീഹരി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അധ്വജുണാത്തഹവിഷായ ജമാനോ വിശമ്പതേ ധിയാ വിശുദ്ധയാ ദധ്യോ തഥാ പ്രാദുരഭുദ്ധരീ. ആത്തഹവിഷ അധ്വജുണ, ഹേ വിശാംബതേ, യജമാനഃ വിശുദ്ധയാ ധിയാ യഥാ ദധ്യൗ ഹരിഃ തഥാ പ്രാദുരഭ. അധ്വജുണാത്തഹവിഷായ യജമാനോ വിശമ്പതേ ധിയാ വിശുദ്ധയാ ദധ്യൗ തഥാ പ്രാദുരഭുദ്ധരീ. അധ്വജുണാത്തഹവിഷായ യജമാനോ വിശമ്പതേ ധിയാ വിശുദ്ധയാ ദധ്യൗ തഥാ പ്രാദുരഭുദ്ധരീ. തദാ സ്വപ്രഭയാ തേഷാം ദ്യോതയന്ത്യാദിശോ ദിശാം മുഷ്ണം തേജ ഉപാനീതസ്താർക്ഷ്യേണ സ്തോത്രവാജിനാം. തദാ അപ്പോൾ സ്വപ്രജയ, സ്വന്തം സ്വപ്രഭയ, സ്വന്തം പ്രഭ കൊണ്ട്, തേജസ് കൊണ്ട്
സ്വപ്രഭയാ, സ്വന്തം തേജസ് കൊണ്ട്, സ്വന്തം പ്രഭ കൊണ്ട്, തേഷാം അവരുടെ, ദ്യോതയന്ത്യോ ദിശോ ദിശ, ദശ ദിശോ ദ്യോതയന്ത്യോ 10 ദിക്കുകളെ പ്രകാശിപ്പിക്കുന്ന, ദശ ദിശോ ദ്യോതയന്ത്യോ 10 ദിക്കുകളെ ജ്യോതിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന തന്റേതായ ആ തേജസ്സിനെ മുഷ്ണൻ തേജഃ തിരസ്കരിക്കുന്നവൻ, ആ തേജസ്സിനെ തിരസ്കരിക്കുന്നവൻ, ഉപാനീതഃ സമീപത്തിലേക്ക് വന്നു, സാക്ഷിയേണ സ്തോത്രവാചിന സ്തോത്രങ്ങളാകുന്ന ചിറകുകളോട് കൂടിയ ഗരുഡനാൽ, സാക്ഷിയേണ ഗരുഡനാൽ, സ്തോത്രവാചിന സ്തോത്രങ്ങളാകുന്ന ചിറകുകളോടെ, വാജി ചിറക് എന്നർത്ഥം, സ്തോത്രങ്ങളാകുന്ന ചിറകുകളോടെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. മഹാവിഷ്ണു ഗരുഡാരൂഢനായിട്ടാണ് വന്നത് എന്ന് സാരം. ഗരുഡൻ തന്റെ പുറത്താണ് ആരെ കൊണ്ടത്? മഹാവിഷ്ണുവിനെ കൊണ്ടത്. ഗരുഡന്റെ ചിറകടികൾ സ്തുതിയാണ്. ഗരുഡൻ ചിറകടിക്കുന്നത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തന്റെ പുറത്ത് ഭഗവാനെ ഇരുത്തി അവിടേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോഴുള്ള തേജസ് 10 ദിക്കിനെയും വെട്ടിത്തിളക്കുന്ന തേജസ്സാണ്. മഹാവിഷ്ണുവിന് വേണ്ടി പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഹോമിച്ച ഒരു ഹവിസിന്റെ ഫലമാണ്. അങ്ങനെയുള്ള ഹവിസിന്റെ വിഷ്ണുവിനെ ഉദ്ദേശിച്ച് ഹോമിക്കുന്നതിന് ബൃഹത് രഥന്തരങ്ങൾ എന്ന് വേദങ്ങൾ പേരുണ്ട്. ബൃഹത്തായ രഥന്തരം എന്നതിന് പേരുണ്ട്. അങ്ങനെയുള്ള ഈ മന്ത്രങ്ങളാകുന്ന സ്തുതികൾ ഉച്ചരിച്ചുകൊണ്ട് ഗരുഡൻ മഹാവിഷ്ണുവിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഗരുഡന്റെ ചിറകടിയിൽ നിന്നും ഉയർന്ന ശബ്ദം ബൃഹത് രഥന്തരങ്ങൾ എന്ന മന്ത്രങ്ങൾ തന്നെയാണ് എന്ന് ഭാഗവതം ബോധ്യപ്പെടുത്തുകയാണ്. ഭക്തി തന്നെയാണ് ഗരുഡന്റെ സ്വരൂപം. അപ്രകാരമുള്ള ഗരുഡനിൽ നിന്നിട്ടാണ് ഭഗവാൻ അവിടേക്ക് എത്താൻ കാരണമായത്. തദാഫപ്രഭയാദേശം ദ്യോതയന്ത്യാദിശോദിശാം മുഷ്ണം സ്തേജ ഉപാനീതസ്താർക്ഷേണ സ്തോത്രവാജിനാം ദശദിശ ദ്യോതയന്ത്യാം സ്വപ്രഭയാ തേഷാം തേജഃ മുഷ്ണൻ സ്തോത്രവാജിന താർക്ഷീണ തദാ ഉപാനീതഃ. തദാഫപ്രഭയാദേശം ദ്യോതയന്ത്യാം ദിശോ ദിശാം മുഷ്ണം സ്തേജ ഉപാനീതസ്താർക്ഷേണ സ്തോത്രവാജിനാം തദാഫപ്രഭയാദേശം ദ്യോതയന്ത്യാദിശോ ദിശാം മുഷ്ണം സ്തേജ ഉപാനീതസ്താർക്ഷേണ സ്തോത്രവാജിനാം. ശ്യാമോ ഹിരണ്യശനോർക്കകിരീടജുഷ്ടോ നീലാളകഭ്രമരമണ്ഡിതകുണ്ടലാഭ്യം കമ്പൊബ്ജചക്രശരചാപഗദാഭിചർമ്മ ഹിരണ്യഭുജൈരിവ കർണികാരം. ശ്യാമഹ ശ്യാമള നിറമുള്ളവൻ, ഹിരണ്യരശനൻ സ്വർണവസ്ത്രം ധരിച്ചവൻ, പീതവസ്ത്രമുടുത്തവൻ, നീലവർണ്ണമുള്ളവൻ, ഹിരണ്യരശനൻ സ്വർണവർണ്ണമായ വസ്ത്രം ധരിച്ചവൻ, അർക്കകിരീടജുഷ്ട സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന കിരീടത്തോടു കൂടിയവൻ. സൂര്യസ്പർദ്ധി കിരീടം എന്ന് നാരായണീയം ഈ വാക്കിനെ തന്നെ കടമെടുത്ത പോലെ അവിടെ ചേർത്താണ്. അർക്കകിരീടജുഷ്ട സൂര്യനാകുന്ന കിരീടത്തോടുകൂടി ശോഭിക്കുന്നവനായിട്ട്, നീലാളക ഭ്രമര മണ്ഡിത കുണ്ടലാഫ്യ കറുത്തിരുണ്ട അളകത്തോടു കൂടിയ ഇളകിയാടുന്ന കുണ്ടലം, ഭ്രമര മണ്ഡിത കുണ്ടല ആഫ്യമുഖം, ഇളകിയാടുന്ന കുണ്ടലങ്ങൾ വെട്ടിത്തിളങ്ങുന്ന മുഖത്തോടു കൂടിയവനായിട്ട്, കമ്പു അബ്ജ ചക്ര
ശര ചാപ ഗദാഫി ചർമ്മ കമ്പു ശംഖ് അബ്ജം താമര ചക്രം ശരം ചാപം ഗദ അഫി വാള് അവിടെ ചർമ്മം എന്നുള്ളത് പരിച. ഈ 8 കയ്യിൽ 8 ആയുധം ധരിച്ചാണ് മഹാവിഷ്ണു ഈ യജ്ഞശാലയിൽ പ്രത്യക്ഷപ്പെട്ടത്. 8 കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ച് പറയുകയാണ്. ശംഖ്, താമര, കമ്പു, അബ്ജ, ചക്ര. അപ്പൊ ശംഖ്, ചക്രം, അബ്ജം, താമരയായി. ഗദ ഇനി വരുന്നുണ്ട്. ഈ 4 കൂടാതെ ശരം, ചാപം, അഫി ചർമ്മ. അപ്പൊ 8 അഫി വാളാണ്. ചർമ്മം എന്ന് പറയുന്നത് പരിചയ. ഈ 8 കൈകളോടെ വ്യഗ്രൈഹി വ്യഗ്രങ്ങളായ ഹിരൺമയഭുജൈഹി ഇവ സ്വർണമയങ്ങളായ കൈകൾ എന്ന പോലെ കർണികാരം കൊന്നയാണ്. ഒരു കൊന്ന പൂത്തു നിൽക്കുന്നത് പോലെ സ്വർണമയമായിരിക്കുന്ന പുഷ്പിച്ചു നിൽക്കുന്ന കൊന്ന വൃക്ഷം എന്ന പോലെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് തിളങ്ങിയത്. ആ സ്വരൂപത്തെ ഒന്ന് വർണ്ണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ വന്ന വിഷ്ണു സ്വരൂപം ഇങ്ങനെയാണ് എന്ന്. ഒരു കൊന്ന നടുക്ക് അതിൻ്റെ തണ്ട് ചുറ്റും നിറച്ച് സ്വർണ്ണപ്പൂക്കൾ, സ്വർണ്ണ നിറത്തുള്ള പൂവാണ്. ഇതുപോലിരിക്കും ഈ വിഷ്ണുവിൻ്റെ ഇപ്പോൾ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന കണ്ടാൽ. ശ്യാമോ ഹിരണ്യരശനോർക്കിരീട ജുഷ്ടവും നീലാളകഭ്രമരമണ്ഡിതകുണ്ടലാഫ്യം കമ്പബ്ജചക്രശരചാപഗദാഫി ചർമ്മ ഹിരൺമയഭുജൈരിവ കർണികാരം. ശ്യാമഃ ഹിരണ്യരശന അർക്കകിരീടജുഷ്ടഃ നീലാളകഭ്രമരമണ്ഡിതകുണ്ടല ആഫ്യഃ കമ്പു അബ്ജ ചക്ര ശര ചാപ അഫി ചർമ്മ വ്യഗ്രൈഹി ഹിരൺമയ ഭുജൈഹി കർണികാരഃ ഇവ. ശ്യാമോ ഹിരണ്യദശനോർക്കിരീടജുഷ്ടോ നീലാളകഭ്രമരമണ്ഡിതകുണ്ടലാഫ്യം കമ്പബ്ജചക്രശരചാപഗദാഫി ചർമ്മ ഹിരൺമയഭുജൈരിവ കർണികാരം. ശ്യാമോ ഹിരണ്യരശനോർക്കിരീടജുഷ്ടോ നീലാളകഭ്രമരമണ്ഡിതകുണ്ടലാഫ്യം കമ്പബ്ജചക്രശരചാപഗദാഫി ചർമ്മ ഹിരൺമയഭുജൈരിവ കർണികാരം. വക്ഷഭ്യധിസൃത വധൂർ വനമാല്യുദാരഹാഫാവലോകകലയാം രമയംശ്ച വിശ്വം പാർശ്വഭ്രമവ്യജനചാമരരാജഹംസ ശ്വേതാതപത്രശിനോപരി രജ്യമാനം. വക്ഷഫി മാറിടത്തിൽ അധിസൃതവധു മാറിടത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ലക്ഷ്മി. വക്ഷഫി അധിസൃത വധു ഭഗവാന്റെ മാറിടത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം. വനമാല ധരിച്ചവനാണ്. ഉദാരമായ ഹാഫാവലോക കല കൊണ്ട്, ഉദാരമായ പുഞ്ചിരിയോട് കൂടിയ നോട്ടമെന്ന കല കൊണ്ട് വിശ്വം രമേമിഷ്ട ലോകത്തെ മുഴുവൻ രമിപ്പിച്ചുകൊണ്ട് പാർശ്വഭ്രമ 2 വശത്തുമായി ഇളകിയാടുന്ന വ്യജന ചാമര രാജഹംസ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളുമാകുന്ന രാജഹംസ പക്ഷികളോട് കൂടിയവൻ 2 വശത്തുമായി. ശ്വേതാതപത്രശിന
വെൺകൊറ്റക്കുടയാകുന്ന ചന്ദ്രനാൽ ഉപരി മുകളിൽ രജ്യമാനഹ രഞ്ജിക്കപ്പെട്ടിരിക്കുന്നവനും. മാറിടത്ത് ലക്ഷ്മി ദേവിയുണ്ട്, വനമാല മാറിലുണ്ട്. ഭക്തജനങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള മന്ദഹാസമുണ്ട്, കടാക്ഷമുണ്ട്. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നവനാണ്. രണ്ടു ഭാഗത്ത് ഭൃത്യന്മാർ പിടിച്ചു വീശുന്ന ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഭഗവാനെ വിട്ടുപിരിയാത്ത രാജഹംസ പക്ഷികൾ തന്നെയാണെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. മുകളിലത്തെ ഭാഗത്ത് വെൺകൊറ്റക്കുടയ്ക്ക് പകരം ആരാണ്? ചന്ദ്രനെ കാണിക്കുമ്പോൾ. അത് ചന്ദ്രന്റെ ഫതയുള്ള ശോഭയ്ക്ക് മാറ്റുകൂട്ടുകയും. വക്ഷഭ്യധിസൃതവധൂർവരമല്യുദാരാം ആഫാവലോകകലയാരമയം വിശ്വം പാർശ്വഭ്രമദ്വ്യജനചാമരരാജഹംസ ശ്വേതാതപത്രശിശിനോപരിരജ്യമാനം. വക്ഷഫി അധിസൃതവധൂ വനമാലി ഉദാരഹാഫാവലോകകലയ വിശ്വം രമയൻ പാർശ്വഭ്രമദ്വ്യജന ചാമര രാജഹംസ ശ്വേതാതപത്രശശിനാം ഉപരി രജ്യമാനം. പക്ഷഭ്യധിസൃതവധൂർവനമല്യുദാരാം ഹാഫാവലോകകലയാരമയം വിശ്വം പാർശ്വഭ്രമദ്വ്യജനചാമരരാജഹംസ ശ്വേതാതപത്രശിശിനോപരിരജ്യമാനം. വക്ഷഭ്യധിസൃതവധൂർവനമല്യുദാരാം ഹാഫാവലോകകലയാരമയം വിശ്വം പാർശ്വഭ്രമദ്വ്യജനചാമരരാജഹംസ ശ്വേതാതപത്രശിശിനോപരിരജ്യമാനം. തമുപാഗതമാലക്ഷ്യാം സർവേ പുരഗണാദയ പ്രണേമു ഫഹഫോത്ഥായ ബ്രഹ്മേന്ദ്രത്രക്ഷനായകാഃ. ഉപാഗതം തം ആലക്ഷ്യ, വന്നു ചേർന്ന അവനെ കണ്ടിട്ട്. തമുപാഗതം ആലക്ഷ്യ സർവേ പുരഗണാദയ, എല്ലാ ദേവസമൂഹങ്ങളും പ്രണേമുഹു നമസ്കരിച്ചു. ഫഹഫൗത്ഥായ, പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രഹ്മ ഇന്ദ്ര ത്രക്ഷനായകാഃ. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ശിവൻ, ഈ മൂന്ന് പേര് നായകനായ ആ ബ്രഹ്മസദസ് ചാടി എഴുന്നേറ്റ് വിഷ്ണുവിനെ നമസ്കരിച്ചു. എല്ലാവരും ഈ മൂന്ന് പേര് നമസ്കരിച്ചു. തമുപാഗതമാലക്ഷ്യ സർവേ പുരഗണാദയ പ്രണേമു ഫഹഫോത്ഥായ ബ്രഹ്മേന്ദ്രത്രക്ഷനായകാഃ. ഉപാഗതം തം ആലക്ഷ്യ ബ്രഹ്മേന്ദ്രത്രക്ഷനായകാഃ സർവേ പുരഗണാദയഃ ഫഹഫൗത്ഥായ പ്രണേമു. തമുപാഗതമാലക്ഷ്യ സർവേ പുരഗണാദയാം പ്രണേമു ഫഹഫോത്ഥായ ബ്രഹ്മേന്ദ്രത്രക്ഷനായകാഃ. തമുപാഗതമാലക്ഷ്യ സർവേ പുരഗണാദയാം പ്രണേമു ഫഹഫോത്ഥായ ബ്രഹ്മേന്ദ്രത്രക്ഷനായകാഃ. തത്തേജസാഹതരുജ പന്നജിഹ്വാഃ ഫഫാത്ഫസാ മൂർധ്നാധൃതഞ്ജരിപുട ഉപദസ്തു രഥോക്ഷജം. തത്തേജസ, ആ ഭഗവാന്റെ തേജസ് കൊണ്ട്, ഹതരുചഃ, ശോഭ കുറഞ്ഞവരായി, ഫന്നജിഹ്വാഃ, നാവ് തളർന്നവരായി, ഫഫാത്ഫസാഃ, ഭയത്തോടുകൂടി, മൂർധ്നാ, ശിരസ്സുകൊണ്ട്, ധൃതാഞ്ജലിപുട, ശിരസ്സുകൊണ്ട് അഞ്ജലി ബന്ധത്തോടു കൂടിയവരായിട്ട്, കൈകൾ രണ്ടും ശിരസിൽ കൂപ്പിപ്പിടിച്ചുകൊണ്ട്, ഉപതസ്തുഹു, സ്തുതിച്ചു, അധോക്ഷജം, അധോക്ഷജനായ ഭഗവാനെ സ്തുതിച്ചു. ഇവരെല്ലാം ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും അവിടെയുള്ള ദേവഗണങ്ങളും ഒക്കെ കൈകൂപ്പി, രണ്ട് കൈകളും ശിരസിൽ വെച്ച് കൂപ്പി നമസ്കരിച്ച് വിഷ്ണുവിനെ സ്തുതിക്കാൻ ആരംഭിച്ചു.
തത്തേജസാ ഹതരുജഫന്ന ജിഹ്വാം ഫഫാധ്വഫാ മൂർധനാധൃതഞ്ജലിപുട ഉപദസ്തുരഥോക്ഷജം. തത്തേജസാ ഹതരുജഃ ഫന്നജിഹ്വാ ഫഫാധ്വഫാഃ ദേവാഃ മൂർധനാ ധൃതാഞ്ജലിപുടഃ അഥോക്ഷജം ഉപദസ്തു. തത്തേജസാ ഹതരുജ ഫന്നജിഹ്വാം ഫഫാധ്വഫാഃ മൂർധനാധൃതാഞ്ജലിപുട ഉപദസ്തുരഥോക്ഷജം. തത്തേജസാ ഹതരുജ ഫന്നജിഹ്വാം ഫഫാധ്വഫാ മൂർധനാധൃതഞ്ജലിപുട ഉപദസ്തുരഥോക്ഷജം. അപ്യർവാഗ്വൃത്തയോ ജിഹ്യ മഹിത്വാത്മഭുവാദയാം യഥാമതി ഗൃണന്തി സ്മ കൃതാനുഗ്രഹവിഗ്രഹം. അപി അർവാഗ്വൃത്തയോ പ്രവേശിക്കാത്ത ചിത്തവൃത്തിയോട് കൂടിയവൻ. അപി അർവാക്ക് എന്ന് വെച്ചാൽ പ്രവേശിക്കാത്ത, വൃത്തി ചിത്തവൃത്തി. അർവാക് വൃത്തയ പ്രവേശിക്കാത്ത ചിത്തവൃത്തിയോട് കൂടിയവരായി യഫ്യമഹിത്വം യാതൊരു ഭഗവാന്റെ മഹാത്മ്യം മഹിത്വ ആത്മഭുവാദയ ബ്രഹ്മാവ് ആദിയായവർ യഥാമതി ബുദ്ധി അനുസരിച്ച് ഗൃണന്തി സ്മ സ്തുതിച്ചു. കൃതാനുഗ്രഹ വിഗ്രഹം അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരം സ്വീകരിച്ചിരിക്കുന്ന ആ ദേവനെ അവരവരുടെ ബുദ്ധിവൃത്തിക്കനുസരിച്ച് ഗൃണന്തി സ്മ സ്തുതിച്ചു. എല്ലാവരും സ്തുതിച്ചു ബ്രഹ്മാവിനെ. അവിടെ നിന്ന് ദേവഗണങ്ങൾ മുഴുവൻ പേര്, ശിവന്, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ഇവരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. അർവാഗ്വർത്തയോ യഫ്യാമഹിത്വാത്മഭുവാദയാം യഥാമതി ഗൃണന്തി സ്മ കൃത അനുഗ്രഹ വിഗ്രഹം. ഇഫ്യമഹിതുഃ അർവാഗ്വർത്തയഃ അപി ആത്മഭുവാദയഃ കൃതാനുഗ്രഹ വിഗ്രഹം യഥാമതി ഗൃണന്തി സ്മ. അപ്യർവാഗ്വൃത്തയോ യഫ്യ മഹിത്വാത്മഭുവാദയാം യഥാമതി ഗൃണന്തി സ്മ കൃത അനുഗ്രഹ വിഗ്രഹം. അപ്യർവാഗ്വൃത്തയോ യഫ്യ മഹിത്വാത്മഭുവാദയാ യഥാമതി ഗൃണന്തി സ്മ കൃത അനുഗ്രഹ വിഗ്രഹം. ദക്ഷോ ഗൃഹീതർഹണപാദനോത്തമം യജ്ഞേശ്വരം വിശ്വഭൃജം പരം ഗുരും പുനന്ദനന്ദാദ്യൻ അനുകേറുവൃതം മുദാ കൃണൻ പ്രപേദേ പ്രേതകൃതഞ്ജലീം. ദക്ഷനാകട്ടെ ഗൃഹീത അർഹണ പാദനോത്തമം, ഗൃഹീതം സ്വീകരിക്കപ്പെട്ട അർഹണങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, അതിനുള്ള സാധനങ്ങൾ, ഉപകരണങ്ങളോട് കൂടിയവനായിട്ട്, പൂജാദ്രവ്യങ്ങളോട് കൂടിയവനായിട്ട് ദക്ഷോ ഗൃഹീത അർഹണ സാധന ഉത്തമം യജ്ഞേശ്വരം, യജ്ഞേശ്വരനെ വിശ്വസൃജം പരം ഗുരു, വിശ്വസൃഷ്ടികളുടെ പരമനായ ഗുരുവിനെ പുനന്ദ നന്ദാദി അനുഗൈഹി വൃതം, പുനന്ദനന്ദാദികളോട് ചുറ്റപ്പെട്ടവനായിട്ട് സന്തോഷത്തോടെ ഗൃണൻ സ്തുതിച്ചുകൊണ്ട് പ്രപേദെ പ്രാപിച്ചു, പ്രേത വിനയത്തോടെ കൃതാഞ്ജലി കൈകൂപ്പിക്കൊണ്ടു. അവിടെ ശ്രീഭഗവാനായ സാക്ഷാൽ മഹാവിഷ്ണു അനേകം ഭക്തന്മാർ സൽക്കരിച്ച പൂജാസാധനങ്ങളുള്ള ഫൽപാത്രങ്ങളെ സ്വീകരിച്ചിരിക്കുന്നവനും ഭക്തവത്സലനും യജ്ഞകർമ്മങ്ങളുടെ ഫലം യഥായോഗ്യം പ്രദാനം ചെയ്യുന്നതുമായ സർവേശ്വരനും ബ്രഹ്മാവാദികൾക്ക് പരമോപദേശം ചെയ്യുന്ന പരമഗുരുവും പുനന്ദൻ നന്ദൻ എന്നുള്ള രണ്ട് പാർഷദന്മാരോട് കൂടിയവനും ഉള്ള ഭഗവാന്റെ ആ വരവ് നിമിത്തം എല്ലാവരും സന്തുഷ്ടരായി
ദക്ഷൻ 2 കൈയും കൂപ്പി തൻ്റെ ചാപല്യത്തെ ഒരു കണക്കിന് പിടിച്ചടക്കി വിഷമത്തോടുകൂടി വാക്കു പുറത്തു വരാതിരുന്ന വാക്കിനെ കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു പ്രാപിച്ചു ദക്ഷൻ. ഇനി ദക്ഷന്റെ സ്തുതിയാണ്. ദക്ഷൻ മുതൽ ഓരോരുത്തരും ഇനി അധ്യായം മുഴുവൻ തീരുന്നത് വരെ ഓരോ ശ്ലോകത്തിലും 2 ശ്ലോകത്തിലുമായിട്ട് ദക്ഷൻ മുതൽ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ദക്ഷോ ഗൃഹീതർഹണപാദനോത്തമം യജ്ഞേശ്വരം വിശ്വഭൃജം പരം ഗുരും സുനന്ദനന്ദനുകേർവൃതം മുദാം ഗൃണൻ പ്രപേദേ പ്രേതകൃതഞ്ജലി. ഗൃഹീത അർഹണപാദനോത്തമം യജ്ഞേശ്വരം വിശ്വഭൃജാം പരം ഗുരും സുനന്ദനന്ദനുകൈഃ വൃതം ദക്ഷഃ കൃതാഞ്ജലിഃ മുദാ ഗൃണൻ പ്രേതഃ പ്രപേദേ. ദക്ഷോ ഗൃഹീതർഹണപാദനോത്തമം യജ്ഞേശ്വരം വിശ്വഭൃജം പരം ഗുരും സുനന്ദനന്ദനുകേർവൃതം മുദാ ഗൃണൻ പ്രപേദേ പ്രേതകൃതഞ്ജലി. ദക്ഷോ ഗൃഹീതർഹണപാദനോത്തമം യജ്ഞേശ്വരം വിശ്വഭൃജം പരം ഗുരും സുനന്ദനന്ദനുകേർവൃതം മുദാ ഗൃണൻ പ്രപേദേ പ്രേതകൃതഞ്ജലി. ആ സ്തുതി മുതൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദക്ഷൻ മുതലുള്ള ആൾക്കാരുടെ സ്തുതി കൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കാൻ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയമുള്ളവർക്ക് നമ്മൾ ഉപസംഹരിച്ചതിന് ശേഷം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.